അപ്പോൾ എനിക്ക് പറയാനുള്ളത് 4 പേരാണ് പറയേണ്ടത്. ആദ്യം രേണുവിൻ്റെ പേര് പറയും. കാരണം കഴിഞ്ഞ ദിവസം തലവേദനയുടെ ഒരു വിഷയം വന്ന അന്നത്തെ ദിവസം മാത്രമാണ് രേണുവിടെ ഒരു പ്രസൻസ് കാണിച്ച ഒരു ദിവസം. അതിനുശേഷമോ അതിന് മുമ്പോ കാര്യമായ പ്രസൻസ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് രേണു. രണ്ടാമത്തെ പേര് ശൈത്യ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ശൈത്യ മുമ്പൊക്കെ ടി വിയിലൊക്കെ കണ്ടതെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ ഇൻവോൾവ്മെന്റ് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവണം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വരുമ്പോൾ അങ്ങനെയല്ല വരേണ്ടത് എന്നുള്ളൊരു തരത്തിലാണ് ശൈത്യ. മൂന്നാമത്തെ പേര് ആര്യൻ പല കാര്യങ്ങളും ബിഗ് ബോസ് നിഷ്കർഷിക്കുന്ന ചില നിയമങ്ങളിലോ നിയന്ത്രണങ്ങളിലോ പെടാതെ ചില കാര്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് തീരുമാനിച്ച് ചെയ്യാമെന്നുള്ള രീതിയിലും ചില സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിലും ഒക്കെ ചിലത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്തോ ഒരു അണ്ടർഗാർമെന്റ് കേട്ടു, ഞാൻ അത് കണ്ടതല്ല. അപ്പൊ അതൊന്നും അല്ല, ശരിയല്ല. അതൊരു ചെറിയ പക്വതക്കുറവൊക്കെ പ്രകടമായി. അത് അങ്ങനെ ഒരു വിഷയം കണ്ടു. 4ാമത്തെ പേര് അക്ബറിന്റെ പേരാണ് പറയുന്നത്. അക്ബറും വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് പ്രസൻസ് കാണിക്കുമെങ്കിലും അതിൽ എത്രമാത്രം സീരിയസ്നെസ്സും ഒക്കെ ഉണ്ട്. അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് പോകുന്നത് എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പേര് കൂടിയിരുന്നിട്ട് ആദ്യമായിട്ടാണ് ഫേസ് ടു ഫേസ് നോക്കിയിട്ട് 4 പേരെ നോമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിന്റെ ഇമ്പാക്റ്റുകൾ നമ്മളിനി കാണുമായിരിക്കാം. നല്ല കളികൾ ഉണ്ടാവട്ടെ, നല്ല കളിക്കാരുണ്ടാവട്ടെ. ആരാണ് നല്ല കളിക്കാരെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. എല്ലാവർക്കും നന്ദി. പറയും കൺഫ്യൂഷനാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും പറഞ്ഞ സ്ഥിതിക്ക് കാരണം പറഞ്ഞല്ലോ. ഇപ്പോ റേന വേറൊന്നും കൊണ്ടല്ല, റേനയുടെ കാഴ്ചപ്പാട് ഇത്തിരി ഇൻമെച്ചുവറാണ്. വളരെ സിമ്പിളായിട്ട് ജഡ്ജ് ചെയ്യാൻ റേന. ഇപ്പൊ നെവിൻ ഒരു സ്റ്റാറാണ് എന്ന് പറഞ്ഞാൽ അതവൻ്റെ കഴിവാണ്. സോ അതിനെ അംഗീകരിക്കാൻ പഠിക്കുക. പിന്നെ അതുകൂടാതെ പ്രായമുള്ളവരെല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രായമുള്ള ആശയങ്ങളൊന്നും ഫ്രം വിസ്ഡം എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അല്ലാതെ ഒരു ഇൻമെച്ചുവറായിട്ട് അതിനെ ഡിസ്മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാത്തിനും ഒഫൻഡഡ് ആവേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങളുടെ ട്രേഡ് മാർക്ക് ഓഫ് ഒരു ജെൻ ആൽഫ ജെൻ സി. യു ഡോണ്ട് ഹാവ് ടു ബി ഒഫൻഡഡ് ഫോർ എവരി. എല്ലാത്തിനും ഒഫൻസ്